നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്തുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ്. സാധാരണ ഗൂഗിൾ പേ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും അതിനകത്ത് ജസ്റ്റ് സ്കാൻ ചെയ്യാനോ നമ്പർ ഉപയോഗിച്ച് നമ്പർ ടൈപ്പ് ചെയ്ത് പണം അയച്ചു കൊടുക്കാനും കിട്ടിയ പണം കിട്ടിയെന്ന് ബോധിപ്പിക്കാനും വേണ്ടി മാത്രമേ അധികം ആളുകൾക്ക് അറിയുള്ളൂ. അപ്പം അതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട്, പലർക്കും അറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ പേക്കകത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സുകൾ പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്ത് നമ്മൾ സാധാരണ ആർക്കെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പല ആളുകളും ചോദിക്കും, പേയ്മെൻറ്റ് കൊടുത്ത ആ ലിസ്റ്റ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്ത് കളയാമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ അറിയാത്ത ആളോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ആർക്കാണോ പണം അയച്ചതെന്ന് അറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫീച്ചർ നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് രണ്ട് മെത്തേഡിലൂടെ അത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ഒന്ന്, നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക് പേരുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വ്യക്തി ഒന്ന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ ലോങ് പ്രസ് പിടിക്കുമ്പോൾ ഇവിടെ കാണാം ഹൈഡ് ഫ്രം ദി സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയി. ഇനി ആ വ്യക്തി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ ആ വ്യക്തിയുടെ പേരൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയോ അയാൾക്ക് നിങ്ങൾക്ക് വീണ്ടും പണം അയക്കാനും പണം അയക്കുമ്പോൾ അയാൾ വീണ്ടും നമ്മുടെ സ്ക്രീനിലോട്ട് തന്നെ വരികയും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ളതാണ്. അയാൾ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാം മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ. താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക പേയ്മെൻറ്റ്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കാർഡ് സേവ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണും. താഴെ ഭാഗത്തേക്ക് ഒന്നല്ല ഇവിടെ കാണാം പേയ്മെൻറ്റ് ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ലോക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കുക. 2000 നമുക്ക് ലഭിച്ചതും 2000 നമ്മൾ അയച്ചു കൊടുത്തത്, അതുപോലെ തന്നെ 300, 2000 ഇങ്ങനെ ഒരുപാട് നമുക്ക് പേയ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും അവസാനം കാണുന്ന ഈ ഏത് പേയ്മെൻ്റ് ആണോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ പേയ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡേറ്റൊക്കെ അവിടെ കിട്ടും. മുകളിൽ ജൂലൈ 17, അതുപോലെ തന്നെ ജൂലൈ 15 കാണിക്കും. ഇതിന് നേരെ അവസാനം കാണുന്ന ഈ ഇൻറ്റു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻറ്റു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ചോദിക്കും ലാസ്റ്റ് അവർ, അവസാന മണിക്കൂറിൽ നമ്മൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും, ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എന്തൊക്കെ പേയ്മെൻറ്റുകൾ നടത്തിയെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും, ഇനി എല്ലാ സമയത്തും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾവേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ചോദിക്കും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ താഴെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കസ്റ്റം റേറ്റ് ഓരോ ഡേറ്റ് പ്രത്യേകം സെലക്ട് ചെയ്ത് ഈ ദിവസം മുതൽ ഈ ദിവസം വരെ എന്നുള്ളത് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകൾ ഈ സെറ്റിങ്സുകളൊക്കെ അറിഞ്ഞു വെക്കുക. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് നമ്മൾ ഗൂഗിൾ പേക്കകത്ത് നമ്മുടെ വൈദ്യുതി ബില്ല്, അതുപോലെ വാട്ടർ ബില്ലൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ KSCBയുടെ ഭാഗത്ത് വന്നാൽ ഒരു പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഇത്തരത്തിൽ ഗൂഗിൾ പേയിൽ കൺസ്യൂമർ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ബില്ല്, വൈദ്യുതി ബില്ലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അധികം ആൾക്ക് കിട്ടില്ല. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ രണ്ടാമത് കാണുന്ന നോട്ടിഫിക്കേഷൻ ആൻഡ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കാണാൻ സാധിക്കും സ്മാർട്ട് അലേർട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഗെറ്റ് നോട്ടിഫൈഡ് ഓഫ് അപ്പ് കമ്മിങ് ബിൽസ് എന്ന് കാണാൻ സാധിക്കും. ബില്ലുകളൊക്കെ ഇത്തരത്തിൽ പേയ്മെൻറ്റ് ബില്ലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഓഫറുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ, ചാറ്റ് മെസ്സേജുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ പേയ്മെൻറ്റ് ബില്ലുകൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗൂഗിൾ പേക്കകത്തുള്ള ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിച്ച. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.